ഈ പട്ടണം ശുദ്ധീകരിച്ച് വെളുപ്പിക്കാൻ ഒരു പദ്ധതി മരിച്ചുപോയ അശോകും സാറും കൂടെ എന്നോട് പറഞ്ഞിരുന്നു. ഷൺമുഖൻ പക്ഷെ സഹകരിച്ചില്ല ഞങ്ങളോട്. എങ്കിൽ അശോകന്റെ മരണം പോലും സംഭവിക്കില്ലായിരുന്നു. ആ കുറ്റബോധം എനിക്കുണ്ടെന്ന് കുട്ടിക്കോ? ഇപ്പൊ പറ. മണിക്കൂറുകളുടെ സമയം മതി. ഷൺമുഖൻ ഇറങ്ങും. ഒളിഞ്ഞിരിക്കുന്ന വിഷജന്തുക്കളെല്ലാം കൂടെ പുകഞ്ഞ് വെളിച്ചാടും. പോകേണ്ട വഴികളും കാണേണ്ട ആളുകളെയും ഷൺമുഖൻ പറഞ്ഞുതരും. പോലീസിൽ ഇപ്പോഴും ശേഷിക്കുന്ന ആമ്പിളുടെ ലിസ്റ്റ് എന്തെങ്കിലുണ്ട്. അവരെ ഉപയോഗിക്കാവൂ. ഷൺമുഖനോട് യൂണിഫോം എന്താ? നിയമം അത് അനുവദിക്കുന്നില്ല. അറസ്റ്റ് ചെയ്യാം, മുഖവും മേൽവിലാസവും നോക്കാതെ. അത് ഞാൻ ഉറപ്പു തരാം. എന്നിട്ടെന്ത് കോപ്പ് കാണിക്കാനാ? ഒരു ദിവസത്തിന്റെ ആയുസുള്ള ഒരു വാർത്ത ഉണ്ടാക്കാനോ? കൊന്ന് തള്ളിയേക്കണം. പറ്റുമെങ്കിൽ പറ. ഇല്ല ഷൺമുഖൻ, ഗൂണ്ട ആക്ട് നമുക്കിവിടെ നിലവിൽ വന്നിട്ടില്ല. അപ്പൊ ശരി, സാറിങ്ങനെ മാനത്തോട്ട് നോക്കി നിൽക്കി പടിഞ്ഞാറൻ കാറ്റത്ത് ഗുണ്ടാക്ട് വരുന്നുണ്ടോന്ന് അറിയാൻ. ഷൺമുഖൻ പോവുക. ഞാനും കൂടെ ചേർന്ന് വെള്ളവും വളവും കൊടുത്ത് വളർത്തിയ വിഷത്തിന്റെ പൂവും കായും വിടരുന്ന ഒരു മരമുണ്ട്. ഞാൻ ഇന്ന് അതിന്റെ കമ്പും കടയും മുറിക്കും. പുറകെ വരരുത്. എന്റെ കോടാലിക്ക് ലൈസൻസ് ഉണ്ടോ, ടാക്സ് കിട്ടിയ രസീതുണ്ടോ എന്ന് ചോദിച്ചിട്ട്. ഷൺമുഖൻ തുടങ്ങുക.